നമസ്കാരം കൂട്ടുകാരെ, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ? പോയതൊരു കവിത പഠിച്ചു. കവിതയിലെ പഠന പ്രവർത്തനങ്ങളും നമ്മൾ പറഞ്ഞു പോയി. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ നിങ്ങൾ നോക്കിയാ ക്ലാസ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സൊക്കെ എന്തൊക്കെയാണ് സാറ് പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചതെന്നൊക്കെ ഓർത്ത് നോക്കിയാ? ഓർക്കണുണ്ടോ? ഉണ്ടാകണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ പഠന പ്രവർത്തനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പൂക്കളോടൊപ്പം ആ ചോദ്യത്തിനകത്ത് പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ, പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പൂക്കളെക്കുറിച്ച് കവിതയിൽ പറയണേ? ഈ ഭൂമിയിൽ ഒട്ടേറെ പൂക്കളുണ്ട്. ഈ പൂക്കളെ എല്ലാം ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ മക്കളാണ് എന്ത്? ഈ പൂക്കളെല്ലാം സദാസമയം ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശം, അല്ലേ? നീലാകാശം മിഴികളിൽ പറഞ്ഞിരുന്നില്ലേ അവസാന വരികളിലൊക്കെ? നമ്മൾ ഓർക്കണുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശം തെളിഞ്ഞു കാണാമെന്ന് കവി പറയുന്നു, അല്ലേ? ഒരു അലങ്കാരത്തിനായിട്ട് നമ്മൾ മാലയണിയുന്നത് പോലെ തന്നെ പൂക്കൾ കവിയുടെ ഇതളുകളിൽ പറ്റി നിൽക്കുന്ന ജലഗണങ്ങൾ എപ്പോഴും അലങ്കാരമാണെന്ന് കവി പറയുന്നു. പൂക്കളിൽ പറ്റി പിടിച്ചിരിക്കുന്ന മഴത്തുള്ളികളൊക്കെ വളരെ അലങ്കാരമാണ്, കാണാൻ നല്ല ഭംഗിയാണ് എന്നും കവി പറയുന്നുണ്ട്. ഈ പൂക്കളെല്ലാം തന്നെ ഏത് ചൂടിലും, അല്ലേ? സാറ് പറഞ്ഞായിരുന്നു, ഏത് ചൂടിലും എന്താ നല്ല പവറായിട്ട് ഇങ്ങനെ വാടാതെ നിൽക്കും. അതുപോലെ തന്നെ എന്താ, രാത്രിയെയോ ഇരുട്ടിനെയോ അവർക്ക് പേടിയില്ല. അവർക്ക് രാവും പകലൊന്നും പേടിയില്ല. ഏതിരുട്ടിലും പൂക്കളൊക്കെ ചിരിച്ചുകൊണ്ടാണ് നമുക്ക് പൂക്കളെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? നമ്മളെ കാണും പൂക്കൾ ഇങ്ങനെ മുഖം പറഞ്ഞ് ഇങ്ങനെ എന്നെ കാണണ്ടാന്ന് പറഞ്ഞ് നിൽക്കുമോ? ഇല്ല, അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് പൂക്കളെ, ഇരുട്ടിനെയും ഒന്നും പേടിയില്ല, ഏത് ഇരുട്ടിലും പൂക്കളെ ചിരിച്ചുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ ആൻസർ ഒന്ന് എഴുതുക. ഈ ഭൂമിയിൽ ഒട്ടേറെ പൂക്കളുണ്ട്. ഈ പൂക്കളെ എല്ലാം ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. സദാസമയവും ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീല ആകാശം തെളിഞ്ഞു കാണാമെന്ന് കവി പറയുന്നു. പിന്നെന്ത് പറയണു? അലങ്കാരത്തിനായിട്ട് നമ്മൾ മാലയണിയുന്നത് പോലെ തന്നെ പൂക്കൾ കവിയുടെ ഇതളുകളിൽ പറ്റി നിൽക്കുന്ന ജലഗണങ്ങൾ എപ്പോഴും അലങ്കാരമാണെന്നും കവി പറയുന്നുണ്ട്. പിന്നെയോ, പൂക്കളെല്ലാം തന്നെ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ്. പിന്നെയോ, അതുപോലെ തന്നെ രാത്രിയോ ഇരുട്ടിനെയോ അവർക്ക് പേടിയില്ല. ഏതിരുട്ടിലും പൂക്കളെ ചിരിച്ചുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ എഴുതൂല്ല നിങ്ങൾ? അപ്പോ അടുത്ത ചോദ്യമാണ്, മനോപടത്തിന്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നല്ലൊരു പേര് നൽകൂല. എന്താണ് ഈ ആസ്വാദനക്കുറിപ്പ്? കവിത നിങ്ങൾ ആസ്വദിച്ചില്ലേ? കവിത നല്ല ഈണത ചൊല്ലുമ്പോൾ പൂക്കളുടെ പേര്, അവരെന്തൊക്കെയാ ചെയ്തത്, അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ച് സന്തോഷത്തോടെയാണ് പഠിച്ചത്, അല്ലേ? അപ്പം നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചു കവിത. അതെങ്ങനെയാ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആസ്വദിച്ചപ്പം മനസ്സിലായത്? എന്തൊക്കെയാ ഓരോ പൂവിൻ്റെ പേരുകൾ, എന്തൊക്കെ പ്രത്യേകതയാണ്, എങ്ങനെയാണ് പ്രകൃതി ഭൂമി അതിനെ പരിപാലിക്കുന്നത്, ഇല്ലേ? പറഞ്ഞില്ലേ? ആ പ്രത്യേകതയും കവിയുടെ പേരെഴുതണം, കവിതയുടെ പേരെഴുതണം, നമ്മൾ പഠിച്ച പൂക്കളുടെ പേര്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ ചേർത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയത്, ആസ്വദിച്ചത്, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എഴുതുമ്പോൾ എന്താണത്? ആസ്വാദനക്കുറിപ്പായി, അല്ലേ? ഒരു ആസ്വാദനക്കുറിപ്പ് തീർക്കുമ്പോൾ എപ്പോഴും കവിതയുടെ പേര് വേണം, കവിയുടെ പേര് വേണം, കവിതയുടെ പ്രധാന ആശയം പറയണം, അല്ലേ? പ്രധാന പോയിന്റ്സുകൾ ഉണ്ടായിരിക്കണം, അല്ലേ? അവസാനം ഒരു ചെറിയൊരു കൺക്ലൂഷൻ വേണം, അല്ലേ? എങ്ങനെയാണ് പറഞ്ഞ് നിർത്തണം, നമ്മുടെ ഒന്ന് എൻഡ് ചെയ്യുക, കേട്ടോ? അപ്പോൾ എന്താണ്? പ്രശസ്ത ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ്. ഒരു ഇൻട്രൊഡക്ഷനാണ് കേട്ടോ. പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരൻ മധുസൂദനൻ ശാസ്ത്രചിന്തകളും കാവ്യഭംഗി ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. പ്രധാന പോയിന്റാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെയും കുറിച്ചാണ് പറയണേ. എന്തിനെക്കുറിച്ചാണ്? മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെയും കുറിച്ചാണ് പറയണേ. കവിയുടെ പേര് ഓർത്തിരിക്കുക, ഈ പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇതേ രീതി വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എപ്പോഴും ആൻസർ എഴുതി പഠിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ കോപ്പി ചെയ്യാതെ സ്വന്തമായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഭാഷ, നമ്മുടെ ലാംഗ്വേജ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ഓക്കെ. അപ്പോൾ എന്താണ്? ഓരോ പൂവിനെയും കവി പ്രത്യേകമായിട്ട് പറയുന്നത്, അല്ലേ? പറയാം, മുക്കുറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, പനീർ പൂവിനെക്കുറിച്ച് പറയുന്നുണ്ട്, മുല്ലയെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റി, അല്ലേ? മുക്കുറ്റിയെക്കുറിച്ച് എന്താ പറയുന്നത്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റി, പൂനിലാവ് നുകർന്ന പൂത്തുമ്പ എന്നിങ്ങനെയാണ് വിശേഷങ്ങൾ. ഈ വിശേഷണങ്ങളെല്ലാം പൂക്കൾക്കിണങ്ങുന്നവയാണ്.
അല്ലേ? ഈ പൂക്കൾ, ഈ വിശേഷങ്ങളൊക്കെ, കവി പറയുന്ന കാര്യങ്ങളൊക്കെ ഇണങ്ങുന്നവയാണ് നമ്മൾ പറയുക. എന്നിട്ട് എന്തെഴുതും? മണ്ണിൻ്റെ മക്കളാണ് പൂക്കൾ, അല്ലേ? ഭൂമിയുടെ മക്കളാണ് പൂക്കൾ. ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും വണ്ണവും നൽകുന്നത് എന്താണ്? നമ്മളാണ്. ആരാ? പ്രകൃതിയാണ്. പ്രകൃതിയല്ലേ ഓരോ പൂക്കൾക്കും മഞ്ഞ, പച്ച, ചുമല, അല്ലേ? ഇങ്ങനെ ഓരോരോ നിറങ്ങൾ നൽകുന്നത്. അപ്പോൾ ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ്. മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു. ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറയ്ക്കാൻ പൂക്കൾക്ക് കഴിയും, അല്ലേ? എന്നിട്ടോ പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട്. ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ്. ചില പൂക്കൾ എന്താണ്? വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരാണ് ചില പൂക്കൾ. പിന്നെയോ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുണ്ട് ഇതിനകത്ത്. ചില പൂക്കൾ എന്താ? ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ്. നമ്മൾ പറഞ്ഞില്ലേ, അവസാന വരികളിൽ പറയുന്നില്ലേ, ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ്. ഇതെന്താ നമുക്ക് തരുന്നത്? പരസ്പരം സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീക്ഷ, അല്ലേ? എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ജീവിക്കണം, അല്ലേ? മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രതീക്ഷ ഈ പൂക്കൾ നമുക്ക് തരുന്നുണ്ട്. പൂക്കൾ വെറുതെ ചില്ലറക്കാരൊന്നുമല്ല, അല്ലേ? ഇതൊക്കെ അതിജീവിച്ച് മുന്നേറുന്നവരുടെയൊക്കെ ഒരു സാഹിത്യ രീതിയിൽ സാറ് പറയുന്നേ ഉള്ളൂ കേട്ടോ. പ്രതീകങ്ങളാണ് ഈ കവിതയിലെ പൂക്കൾ. ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്. ഓരോ പൂവ് എന്താ? നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും? ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്, അല്ലേ? നമ്മൾ ഇങ്ങനെ തളർന്നു പോകുമ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ വാടി തളർന്ന് കിടക്കുകയാണ്. അയ്യോ എനിക്ക് വെള്ളം കിട്ടിയില്ലേ, അങ്ങനാണോ? അല്ല, അല്ലേ? അതിങ്ങനെ ഉണർന്നു നിൽക്കും. എന്നെ തൊടാൻ പറ്റത്തില്ല, ഞാൻ എന്ത് വന്നാലും മഴ പെയ്താലും വെയിൽ തെളിഞ്ഞില്ല, ഞാൻ ഇങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തളർന്ന് കിടക്കണോ? നമ്മൾ അല്ലേ? നമുക്ക് പറ്റും, നമുക്ക് സാധിക്കും, അല്ലേ? നമ്മൾ ഇപ്പോൾ ഓണപരീക്ഷ വരികയാണ്, അയ്യോ ഞാൻ പരീക്ഷ എഴുതുന്നില്ലേ സാറേ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമോ? ഇല്ല, നമ്മൾ പഠിക്കണം, അല്ലേ? ഈ പഠിക്കുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് പഠിച്ചാൽ നമുക്ക് തളരേണ്ട കാര്യമുണ്ടോ? അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് പഠിക്കണം കേട്ടോ. പുസ്തകം വായിക്കണം, സാറ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഇതെന്താ? നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട. കവി പറയും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തണം. അതിനെ ഈ കവിത പഠിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം. വലിയൊരു പാടാ, അല്ലേ? മുന്നോട്ട് വെക്കുന്നത്. തളരാതെ മുന്നോട്ട് പോകണം. ആശയം, പ്രയോഗഭംഗി, മനോഹരമായ വർണ്ണന എന്നിവയെല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ കവിത. ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ വേണം നമ്മൾ എഴുതി നിർത്താനായിട്ട്. അപ്പോൾ നമ്മൾ മനോബലത്തിൻ്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക? അതിൻ്റെ പോയിന്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് സാറ് പറഞ്ഞു, അല്ലേ? കവിയുടെ പേര്, കവിതയുടെ പേര്, കവിതയിൽ എന്തൊക്കെ പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? മുക്കുറ്റിയെക്കുറിച്ച്, പനിനീർ പൂവിനെക്കുറിച്ച്, മുല്ലയെക്കുറിച്ച്, വാടാമലരിനെക്കുറിച്ച്. എന്ത് സന്ദേശമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന, നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ട് ഈ മണ്ണിൽ വളർന്നു നിൽക്കുന്ന ഭംഗിയുള്ള ഈ പൂക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുവാൻ സാധിക്കുമെന്നും കവി പറയുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു ശുഭപര്യാവസായോടുകൂടി, അപ്പോൾ ശുഭത്തോടുകൂടി, അല്ലേ? കാര്യം നല്ലൊരു പോയിൻറ്റ്സോടുകൂടി, പ്ലസ് പോയിൻറ്റ്സ് വെച്ച് വേണം ഈ ആസ്വാദനക്കുറിപ്പ് അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് നോട്ട്ബുക്കിലൊന്ന് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനായിട്ട് വരുന്നത് പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. എന്തൊക്കെ കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ പറയണേ, കവിതയിൽ പറയണേ? അപ്പോൾ കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? പലതരത്തിലുള്ള പൂക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെക്കുറിച്ചാണ് പറയണേ. അത് കഴിഞ്ഞിട്ടോ എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളാണ് ആയിട്ട് പിറക്കുന്നതെന്ന് കവി പറയുന്നുണ്ട്, അല്ലേ? അവസാന വരികളിൽ പറയുന്നുണ്ട് എത്രയോ പൂക്കളാണ് മക്കളായിട്ട് പിറക്കുന്നതെന്ന്. എന്നിട്ട് എന്താണ്? പിന്നെയോ എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായിട്ട് പിറക്കുന്നത് എന്ന് പറയുന്നത്. ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്നുള്ള ഒരു സവിശേഷത, ഒരു കാര്യം കവിയുടെ പറയുകയാണ്. ഓരോ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ കാണും, അല്ലേ? മുക്കുറ്റിക്കൊരു പ്രത്യേകതയുണ്ട്, വാടാമുല്ലയ്ക്കുണ്ട്, അല്ലേ? റോസ, പനിനീർ പുഷ്പത്തിനുണ്ട്. ഇതിനൊക്കെ ഓരോരോ പ്രത്യേകതയുണ്ട്. കോളാമ്പിപ്പൂവിനുണ്ട്, അല്ലേ? വേരിയിൽ പടർന്നു നിൽക്കുന്ന കോളാമ്പിപ്പൂവിനൊരു പ്രത്യേകതയില്ലേ? നമ്മൾ പഠിച്ചാണ്. എന്നിട്ടോ നീലാകാശം കണ്ണിലുള്ളവർ, വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ, ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്ന, അല്ലേ? ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കള്. എന്നിട്ടോ വാടാതെ നിൽക്കുന്നവർ, ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കള്, അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. പൂക്കൾ എന്താ നൽകുന്നത്? പ്രധാന പോയിന്റാണ്. അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. പ്രധാന പോയിന്റാണ്, കുറിച്ച് വെച്ചോണം. പൂക്കൾ എന്താ നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ?
അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. ഈ പൂക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രതീക്ഷകൾ നിറയ്ക്കുന്നവയാണെന്ന് കവി പറയുകയാണ്. അപ്പോൾ ഓർത്തോണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരിട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ചർച്ച ചെയ്യുക. പരീക്ഷ ഹോളിൽ ചേർന്നിട്ട് എടാ എടി എന്നാന്ന് ചർച്ച ചെയ്യുകയാണ് തോണ്ടിയിട്ട്, അതാണോ ചർച്ച ചെയ്യുന്നത്? ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ പരീക്ഷ ഹോളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം മനസ്സിലാക്കി, നമ്മൾ മനസ്സിലായാലും നമ്മളോട് തന്നെ പറയുക അല്ലേ. ക്ലാസ്സിലാകുമ്പോൾ നമുക്ക് ഒരു ബെഞ്ചിലുള്ള കുട്ടികളെല്ലാം 5 പേര് അല്ലെ 10 പേര് ചേർന്ന് ഗ്രൂപ്പുകളായിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ എക്സാം ഹോളിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞ ചോദ്യം വന്നാൽ നമുക്ക് അടുത്തിരിക്കുന്ന ആളെ തോണ്ടി വിളിക്കാനൊന്നും പറ്റില്ല അല്ലേ. ടീച്ചർ പിടിച്ച് പുറത്തിറക്കി വിടും അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലോർക്കുക. മനസ്സിലോർത്ത് നമ്മളോട് തന്നെ നമ്മൾ സ്വയം പറയുന്നു, മനസ്സിൽ പറയുന്നു അല്ലേ. എന്നിട്ടോ എന്താ എഴുതേണ്ടത്? നീലവാനം മിഴികളിലുള്ളവരാണ് ഭൂമിയുടെ മക്കളായി പറക്കുന്ന പൂക്കൾ. ചോദ്യം എന്താ? പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരിട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്നാ. എന്തൊക്കെ കാര്യങ്ങളാ? നീലവാനം മിഴികളിലുള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് പൂക്കൾ എന്ന് പറയുന്നുണ്ട്. നിറം, വിശാലത, ഭംഗി എന്നിവയാണ് നീലവാനത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നുണ്ട്. എല്ലാം കാണാനും അറിയാനുമുള്ള കുട്ടികളുടെ കൗതുകവും അത് നൽകുന്ന ഉള്ളതാണ് നീലവാനം എന്ന് പറയുന്നുണ്ട്. നീലവാനം മിഴികളിലുള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു എന്ന് പറയുന്നു. പിന്നെയോ, മഞ്ഞുതുള്ളികൾ വീണ് കിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലൂടെ പറയുന്നത്. പിന്നെയോ, സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അല്ലെ. പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ അല്ലേ പറയുന്നുണ്ട്. എന്ത് ചൂട് വന്നാലും എന്ത് പ്രശ്നം വന്നാലും വാടാതെ നിൽക്കുന്നുണ്ട് പൂക്കൾ. അതുപോലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ കരുത്തോടെ നിൽക്കുന്ന മനുഷ്യരും ഉണ്ട്. ഈ പൂക്കളെ പോലെ തന്നെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന മനുഷ്യരും ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ പത്രമൊക്കെ വായിക്കുമ്പോൾ അല്ലേ ഒരുപാട് ജീവിത പ്രതിസന്ധികളിൽ തരണം ചെയ്ത് ജീവിത വിജയം നേടിയ വ്യക്തികളുടെ ജീവിതമൊക്കെ ഇങ്ങനെ നമ്മൾ വായിക്കാറുണ്ട് പത്രങ്ങളിലൊക്കെ, ടി വിയിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കും അല്ലെ. ഇന്ന കാര്യങ്ങളൊക്കെ ജീവിതം വിജയിച്ച ഒരു പരീക്ഷ പാസ്സായവർ അല്ലേ, വലിയ വലിയ ബിസിനസ് മാഗ്നറ്റ് അല്ലെ ബിസിനസ്സുകാരായി വിജയിച്ചു വന്നവർ. അപ്പോൾ ഇരുട്ടിൽ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണ് അടുത്ത വരിയിൽ കവി പറയുന്നത്. ഏത് ദുഃഖത്തെയും ഉള്ളിലൊതുക്കി ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരെയാണ് ഈ വരികളിൽ കാണുന്നത്. ഈ പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് പൂവിൻ്റെ ചിരിയാണ് അല്ലേ. ഇപ്പോൾ മനുഷ്യൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാകേണ്ടത് എന്താ? ഏത് ദുഃഖത്തിലും ചിരിയാണെന്നാണ് കവി പറയണേ. അപ്പോൾ ഈ ഒരു വിടർന്നു നിൽക്കുന്ന ഈ ഒരു കാഴ്ച പൂവിൻ്റെ ചിരിയായിട്ട് കവി പറയുന്നുണ്ട്. അപ്പോൾ പൂക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകളെന്ന് കവിതാഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഈ പോയിൻറ്റ്സിൽ എഴുതിയാൽ മതി. അപ്പോൾ സാറിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയത്തിൽ എഴുതാം കേട്ടോ. നമ്മൾ കവിയുടെ പേര്, കവിത, പ്രധാന പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും സ്വന്തം ലാംഗ്വേജിൽ നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇപ്പോൾ അടുത്ത പാഠത്തിലെയാണ് നമുക്ക് സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു കവിതയുടെ വരികളാണ് അത് അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് കവിതയാണ് പഠിച്ചത്? മണ്ണിൻ്റെ കിനാവുകൾ അല്ലേ. മണ്ണിന് എന്തൊക്കെ കിനാവുകൾ ഉണ്ടെന്നാണ് പി മധുസൂദനൻ അല്ലേ കവി നമ്മളോട് പറയുകയാണ്. കവിയുടെ പേര് ഓർത്തോണം, പി മധുസൂദനൻ. അദ്ദേഹത്തിൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ. മണ്ണിന് എന്തൊക്കെ കിനാവുകളുണ്ട്? മുക്കുറ്റിക്കും പൂത്തുമ്പയ്ക്കും അല്ലേ, ജമന്തിക്കും, കോളാമ്പിപ്പൂവിനും, പനിനീർ മലരിനും, വാടാമലരിനും, മുല്ലയ്ക്കും ഒക്കെ ഓരോരോ കിനാവുകളുണ്ട്. ഈ കിനാവുകൾ നമ്മളെ, മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അല്ലേ. നമ്മൾ കുട്ടികളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് വലുതാകുമ്പോൾ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, കളക്ടർ ആകണം ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിന് പറ്റിയതായിരിക്കത്തില്ല അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ നമുക്കുള്ള ആഹാരത്തിന് പോലും അവർ ഒരുപാട് ഓടിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെങ്കിൽ അടുത്ത് നമ്മൾ വാങ്ങാം അല്ലേ. ഒരു പോസിറ്റീവാണ് അല്ലേ. പൂക്കൾ എങ്ങനെ ചിരിച്ചു നിൽക്കുകയല്ലേ. അങ്ങനെ പൂക്കളെ പോലെ തളരാതെ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ. അങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷ ശരിക്കും മണ്ണിൻ്റെ കിനാവുകൾ എന്ന ഈ പാഠഭാഗം നമ്മളോട് പറയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഈ ഒരു പ്രതീക്ഷയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക, പഠിക്കുക, അതോടൊപ്പം നല്ല കുട്ടികളായി നല്ല മൂല്യമുള്ളവരായി വളരുവാനായിട്ട് ഈ കാവ്യശകലം, ഈ കവിതാഭാഗം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വെച്ച് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.
നന്ദി.